സ്വാഗതം. തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത പ്രതിസന്ധികളിലൂടെയാണ് ദളപതി വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ കടന്നുപോകുന്നത്. 500 കോടി രൂപയുടെ ബജറ്റ്, ഒരു മാസത്തിലേറെ നീണ്ട സെൻസർ ബോർഡ് തർക്കം, ഒടുവിൽ റിലീസിന് മുൻപേ ഇന്റർനെറ്റിൽ HD പ്രിന്റ് ചോരുന്നു. ഇന്ത്യ ഉറ്റുനോക്കുന്ന ഈ വിവാദത്തിന്റെ കാണാപ്പുറങ്ങൾ പരിശോധിക്കാം. $500 കോടി രൂപ മുടക്കിയാണ് KVN പ്രൊഡക്ഷൻസ് ജനനായകൻ നിർമ്മിച്ചത്. സിനിമ ഓൺലൈനിൽ ചോർന്നതോടെ ഈ ഭീമമായ തുക എങ്ങനെ തിരിച്ചുപിടിക്കും? ചിത്രം വലിയൊരു സാമ്പത്തിക പരാജയത്തിലേക്ക് നീങ്ങുമോ? ഇതാണ് അണിയറ പ്രവർത്തകരുടെ ഭീതി. എന്തായിരിക്കും ഈ സിനിമയ്ക്കുണ്ടായേക്കാവുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ? OTT കരാറുകൾ അവതാളത്തിലാകും. സിനിമയുടെ സാമ്പത്തിക വിജയത്തിൽ OTT കരാറുകൾക്ക് വലിയ പങ്കുണ്ട്. പ്രൈം വീഡിയോ ഏകദേശം 120 കോടി രൂപയ്ക്കാണ് സിനിമയുടെ അവകാശം സ്വന്തമാക്കിയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സിനിമ ഓൺലൈനിൽ ലഭ്യമായതോടെ പ്ലാറ്റ്ഫോമുകൾ വില കുറയ്ക്കാനോ കരാറിൽ നിന്ന് പിന്മാറാനോ സാധ്യതയുണ്ട്. സാറ്റലൈറ്റ് അവകാശം ഭീഷണിയിൽ. C5 ആണ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയതെന്നാണ് സൂചനകൾ. ഓൺലൈനിൽ സിനിമ പ്രചരിച്ചതോടെ ചാനൽ റേറ്റിംഗിനെ അത് ബാധിക്കുമെന്നതിനാൽ കരാർ തുക പുനർനിർണയിക്കാൻ ചാനലുകൾ ആവശ്യപ്പെട്ടേക്കാം. തിയേറ്റർ ഉടമകളുടെ ആശങ്ക വലുതാണ്. ജനുവരി 9 നിശ്ചയിച്ചിരുന്ന ആദ്യ റിലീസ് സമയത്ത് ടിക്കറ്റ് നിരക്ക് 5000 രൂപ വരെ ഉയർന്നിരുന്നു. എന്നാൽ സിനിമ ചോർന്നതോടെ ആളുകൾ എത്രത്തോളം തിയേറ്ററിൽ എത്തുമെന്നത് ചോദ്യചിഹ്നമാണ്. വിദേശ വിപണിയിലും ഇത് വലിയ ആഘാതമുണ്ടാക്കും. ജനനായകൻ ചോർന്നതിൽ വിജയുടെ ആരാധകരുടെ പിന്തുണയും രാഷ്ട്രീയ മാനങ്ങളും ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. വിജയുടെ കടുത്ത ആരാധകർ സിനിമ തിയേറ്ററിൽ തന്നെ കാണുമെന്ന് ഉറപ്പാണെങ്കിലും കുടുംബ പ്രേക്ഷകർ ചോർന്ന പതിപ്പ് കാണാൻ സാധ്യതയുണ്ട് എന്നത് ആശങ്കാജനകമാണ്. തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വിജയ് പൂർണ്ണമായി ഇറങ്ങുന്നതിന് മുൻപുള്ള അവസാന ചിത്രമാണ് ഇത്. സിനിമയിലെ രാഷ്ട്രീയ പരാമർശങ്ങളാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് വൈകിപ്പിക്കാൻ കാരണമെന്നും ഈ സിനിമാ ലീക്കിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും ആരാധകർ ആരോപിക്കുന്നു. ചിത്രത്തിൻ്റെ റിലീസിന് മുൻപ് തന്നെ ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമുകളിൽ 10 ലക്ഷത്തിലധികം ആളുകൾ താല്പര്യം പ്രകടിപ്പിച്ചത് ഇതിനോടുള്ള പൊതുജനങ്ങളുടെ വലിയ പ്രതീക്ഷയെ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങളും റിലീസിന് മുൻപുള്ള ചിത്രത്തിൻ്റെ ചോർച്ചയും വലിയ വിവാദങ്ങൾക്ക് കാരണമായി. എന്നാൽ സെൻസർ ബോർഡിൻ്റെ പ്രതികരണം ഇത്തരത്തിലാണ്. തങ്ങളുടെ സുരക്ഷിതമായ കീ ഡെലിവറി മെസ്സേജ് സംവിധാനം ചൂണ്ടിക്കാട്ടി ഈ ചോർച്ച തങ്ങളുടെ ഓഫീസിൽ നിന്നല്ല എന്ന് സെൻസർ ബോർഡ് വ്യക്തമാക്കുന്നു. ജനനായകൻ HD പ്രിന്റിലാണ് നിയമവിരുദ്ധമായി ചോർത്തിയത്. അനുമതിയില്ലാതെ ഒന്നിലധികം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സിനിമ പങ്കുവച്ചതായി കണ്ടെത്തി. പൈറേറ്റഡ് ഉള്ളടക്കം അടങ്ങിയ 300-ലധികം ലിങ്കുകൾ അധികൃതർ നീക്കം ചെയ്തു. 2026 ഏപ്രിൽ 9 വിജയുടെ ചിത്രത്തിലെ ചില ഭാഗങ്ങളും ചിലയിടങ്ങളിൽ മുഴുവൻ സിനിമയും ഇന്റർനെറ്റിൽ പ്രചരിച്ചത്. തമിഴ്നാട് സൈബർ ക്രൈം വിംഗ് ഇതിനോടകം 6 പേരെ അറസ്റ്റ് ചെയ്തു. 300-ലധികം നിയമവിരുദ്ധ ലിങ്കുകൾ അധികൃതർ നീക്കം ചെയ്തു. സിനിമകൾ ചോർത്തുന്നത് കവർച്ചയ്ക്ക് തുല്യമായ കുറ്റമെന്ന് സിനിമാ പ്രവർത്തകർ പറയുന്നു. കോയമ്പത്തൂരിൽ ഒരു പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർ ജനനായകൻ സംപ്രേഷണം ചെയ്തത് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ക്ലൗഡ് സ്റ്റോറേജ് പ്ലാറ്റ്ഫോമുകളും ഷെയർ ഡ്രൈവ് ലിങ്കുകളും ഉപയോഗിച്ചാണ് പ്രതികൾ സിനിമ പ്രചരിപ്പിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു. എന്തൊക്കെ നിയമ നടപടികളാണ് തുടരുന്നതെന്ന് നോക്കാം. പരാതിയെ തുടർന്ന് സ്റ്റേറ്റ് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സെന്ററിൽ വ്യത്യസ്ത നിയമങ്ങളിൽ കേസെടുത്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, പകർപ്പവകാശ നിയമം, സിനിമാറ്റോഗ്രാഫ് ആക്ട്. ഇനി ജനങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ് എന്താണ്? ജനനായകൻ്റെയോ മറ്റ് പകർപ്പവകാശമുള്ള സിനിമകളുടെയോ പൈറേറ്റഡ് കോപ്പികൾ ഡൗൺലോഡ് ചെയ്യുകയോ സ്ട്രീം ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ അരുതെന്ന് സൈബർ ക്രൈം വിംഗ്. പൈറസി വലിയ കുറ്റമാണ്. ഇതിലേർപ്പെടുന്നവർ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി പൈറേറ്റഡ് ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകും. ജനനായകൻ ചോർന്നതിൽ സിനിമാ ലോകം ഒന്നടങ്കം വിജയ്ക്ക് പിന്നിൽ അണിനിരന്നു. സെൻസർ ബോർഡിൻ്റെ കാലതാമസമാണ് പൈറസിക്ക് വഴിയൊരുക്കിയതെന്ന് കമൽഹാസൻ കുറ്റപ്പെടുത്തി. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ വിയർപ്പാണ് പൈറസ് വഴി ഇല്ലാതാകുന്നതെന്ന് സൂര്യയും ചിരഞ്ജീവിയും പ്രതികരിച്ചു.
സിനിമയിലെ നായിക പൂജ ഹെഗ്ഡെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ വൈകാരികമായ ഒരു കുറിപ്പ് പങ്കുവച്ചു. വിജയ് സാറിൻ്റെ അവസാന ചിത്രം വലിയ സ്ക്രീനിൽ തന്നെ ആഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും അവകാശമില്ലേ എന്നായിരുന്നു പൂജയുടെ ചോദ്യം. സിനിമയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമോ? കഠിനമായ ചോദ്യമാണിത്. സിനിമ എത്രയും വേഗം തിയേറ്ററുകളിൽ എത്തിക്കുക എന്നതാണ് ഏക പോംവഴി. വിജയുടെ ആരാധകരുടെ പിന്തുണയും കുടുംബ പ്രേക്ഷകരുടെ പ്രതികരണവും ഇനി ജനനായകന്റെ വിധി നിർണ്ണയിക്കും. പൈറസി വലിയ ക്രിമിനൽ കുറ്റമാണ്. അത് സിനിമാ വ്യവസായത്തെ ആകെ തകർക്കും. എന്നാൽ വിജയ് എന്ന താരത്തിന് ഇതിനെ അതിജീവിക്കാൻ കഴിയുമോ? തൻ്റെ 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിന് ഒരു ഗംഭീര യാത്രയയപ്പ് നൽകാൻ ആരാധകർ തിയേറ്ററുകളിൽ എത്തുമോ? കാത്തിരിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. എല്ലാം അറിയാൻ ദ പ്രോഫിറ്റ് ന്യൂസ്.